നമസ്കാരം. ഇന്ത്യക്കെതിരെ ആയുധമെടുത്തിരിക്കുന്നു ബംഗ്ലാദേശികൾ. ഇന്ത്യ വെറുതെ ഇരിക്കൂ. ഇന്ത്യ തിരിച്ചടിച്ചു, തീർന്നു. അതോടുകൂടി ബംഗ്ലാദേശികൾ പാകിസ്ഥാനോടൊപ്പം ചേരുന്നതിൻ്റെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ട് ഈ ബംഗ്ലാദേശികൾക്ക്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ മുറിച്ചു മാറ്റുമെന്നും ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ മേഖലയെ ഒറ്റപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുവാൻ ഒരു വലിയ ശ്രമം നടത്തുകയാണ് ഹസ്നത്ത് അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ്. ബംഗ്ലാദേശിൽ ഈ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുവാൻ കുറച്ച് കാലമായിട്ട് തന്നെ വലിയ ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഇതിന് ചൂട്ടുപിടിച്ച് ഇന്ത്യയെ ചൊറിയാൻ നടക്കുകയാണ് ചില ബംഗ്ലാദേശി നേതാക്കൾ. ഇത്തരക്കാരുടെ വിടുവാ പ്രസംഗങ്ങളുമായി രംഗത്ത് വരികയും അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ബംഗ്ലാദേശ് അഭയം നൽകുമെന്ന് നാഷണൽ കോൺഗ്രസ്, അതായത് ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവുള്ള ഹസ്നത്ത് അബ്ദുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസംഗവുമായിട്ട് രംഗത്ത് വന്നു. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ മുറിച്ചു മാറ്റും, ഒപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ ഒറ്റപ്പെടുത്തുമെന്നാണ് ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഹസ്നത്ത് അബ്ദുള്ള പറഞ്ഞത്. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നിവ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇതിനെതിരെയാണ് ഈ ബംഗ്ലാദേശിയുടെ ഭീഷണി എന്ന് പറയപ്പെടുന്നത്. ഹസ്നത്തിന്റെ പ്രസ്താവന അപക്വവും അപകടകരവുമാണ് എന്ന് ഇന്ത്യ നിശബ്ദമായിരിക്കില്ലെന്നും അസം മുഖ്യമന്ത്രിയുള്ള ഹിമന്ത ബിശ്വാസ് ശർമ്മ തിരിച്ചടിക്കുകയും ചെയ്തു. ആ തിരിച്ചടിയിൽ തകർന്നുപോയി എന്നുള്ളതാണ് ശരി. ബംഗ്ലാദേശിന്റെ പരമാധികാരം, വോട്ടിംഗ് അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്നിവയെ ബഹുമാനിക്കാത്ത ശക്തികൾക്ക് നിങ്ങൾ അഭയം നൽകിയാൽ ബംഗ്ലാദേശ് പ്രതികരിക്കുമെന്ന് താൻ ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഹസ്നത്ത് പറയുന്നത്. ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്ക് വിശാലമായിട്ടുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ബംഗ്ലാദേശ് അസ്ഥീകരിക്കപ്പെട്ടാൽ പ്രതിരോധത്തിന്റെ തീ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പടർന്നു പിടിക്കും. സ്വാതന്ത്ര്യം ലഭിച്ച 54 വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്തിന്മേൽ നിയന്ത്രണം ചെലുത്തുവാൻ ശ്രമിക്കുന്ന കഴുകൻ കണ്ണുകളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ബംഗ്ലാദേശ് ഇപ്പോഴും നേരിടുകയാണ് എന്ന് ഹസ്നത്ത് അബ്ദുള്ള പറയുന്നു. പക്ഷെ ഹസ്നത്ത് അബ്ദുള്ളയെ പോലുള്ളവർ സംസാരിക്കേണ്ട രീതിയും ഭാഷയും ഇതല്ല. ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു തിരിഞ്ഞാട്ടത്തിന് ശ്രമിക്കുകയാണ്. വാണിജ്യ ബന്ധത്തിന് പുറമെ പ്രതിരോധം, രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകൾ സഹകരണം ശക്തിപ്പെടുത്തുവാനാണ് ഈ ഇരു രാജ്യങ്ങളും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിലേക്ക് പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുടെ പ്രത്യേക സെല്ലിന് രൂപം നൽകിയെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന വിവരം എന്ന് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാൻ ജനറൽ ഷഹീർ ഷംസാദ് മിർസ എന്ന് പറയപ്പെടുന്ന വ്യക്തി 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ്. സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലെ കര, നാവിക, വ്യോമസേനകളുടെ മേധാവിമാരുടെയും ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനുസുമായിട്ടും ഷംസാദ് മിർസ ചർച്ച നടത്തി, കൂടിക്കാഴ്ച നടത്തി. കൂടാതെ 8 അംഗ പ്രതിനിധി സംഘത്തെയുമാണ് ഷംസാദ് മിർസ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ സംഘത്തിൽ ISI ഉദ്യോഗസ്ഥരും പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും പ്രതിനിധികളുമുണ്ട്. അപ്പോൾ ഇവർ ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസിലെയും ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസിലെയും ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾ പരസ്പരം വിവരങ്ങൾ കൈമാറുവാൻ തീരുമാനമെടുത്തു എന്നാണ് വിവരം. അങ്ങനെ ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെയും വ്യോമമേഖലയെയും നിരീക്ഷിക്കുവാനുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് ഇത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ ഈ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ധാക്കയിലെ പാക് കമ്മീഷൻ കാര്യാലയത്തിൽ ISI ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള അംഗീകാരം പാകിസ്ഥാൻ നേടിയെടുത്തത്. ആദ്യഘട്ടമായിട്ട് ISIയിലെ ഒരു ബ്രിഗേഡിയർ, 2 കേണൽമാർ, 4 മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും ഓരോ ഉദ്യോഗസ്ഥർ, ഇവരുടെ സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷനിൽ നിയമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ബംഗ്ലാദേശ് സൈന്യത്തിന് സാങ്കേതികമായിട്ടുള്ള സഹായം, പരിശീലനം, ആയുധങ്ങൾ എന്നിവ ഇവർ പാകിസ്ഥാൻ നൽകുകയും ചെയ്യും. അങ്ങനെ ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് നാവിക വ്യോമ അഭ്യാസങ്ങളും സംഘടിപ്പിക്കാൻ പോകുന്നു.
ബംഗ്ലാദേശിൽ നിന്ന് JF-17 തണ്ടർ എന്ന് പറയപ്പെടുന്ന യുദ്ധവിമാനങ്ങളും പാകിസ്ഥാനിൽ നിന്ന് JF-17 തണ്ടർ എന്ന യുദ്ധവിമാനങ്ങളും ഫത്ത റോക്കറ്റുകളും ബംഗ്ലാദേശ് വാങ്ങിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. സഹകരണം ശക്തമാക്കുക, അത് ശക്തമാക്കാനുള്ള ഒരു ധാരണാപത്രം ഒപ്പിടാനായിട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം ഉടൻ തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ കാര്യമായിട്ടുള്ള വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു കുത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനോടൊപ്പമുള്ള അവരുടെ യോജിപ്പ് കൊണ്ടാണ്. പാകിസ്ഥാനിലെ ഒരു വിഭാഗവും ഇപ്പം തന്നെ ബംഗ്ലാദേശിലെ ഒരു വിഭാഗവും സംയുക്തമായിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാനികളും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഒരു വിഭാഗം എപ്പോഴും എതിരാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നവരെ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുമെന്ന് പറയുന്നവരെയുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ അതിനകത്ത് ഒരു വിഭാഗം എപ്പോഴും പുറത്തു നിന്ന് ഇന്ത്യക്ക് അനുകൂല പ്രസ്താവന നടത്തുന്നവരാണ്. പക്ഷെ ബംഗ്ലാദേശികൾ ഒരു ഭൂരിപക്ഷം വരുന്നവർ ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ, ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുമ്പോൾ ആ ബംഗ്ലാദേശികളെ തിരിച്ചടിക്കാതിരിക്കാൻ കഴിയുമോ? വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നെയാണ് ഇതിന് ഇന്ത്യ തിരിച്ചു നൽകിയിരിക്കുന്നത്. ഈ പ്രകോപനപരമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെ, ഹസനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ അവക്കവും അപകടകരവുമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇത് എന്നും അതുകൊണ്ട് ഇന്ത്യ ഇവിടെ നിശബ്ദരായിരിക്കില്ല എന്നുമാണ് അസം മുഖ്യമന്ത്രിയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പിന്നെ ഇല്ല. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുൻപിൽ തകർന്ന് തരിപ്പണമാകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കും. ഇന്ത്യ തിരിച്ചടിച്ചാൽ ഈ ബംഗ്ലാദേശ് ഇനി ഒരു രാജ്യമായിട്ടേ ഉണ്ടാകില്ല, അത് ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച